തൃശൂർ മുണ്ടത്തിക്കോട് സ്ഫോടനമുണ്ടായ സ്ഥലത്ത് ഇന്നും തെരച്ചിൽ തുടരും. മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം രാവിലെ മുതൽ ആരംഭിക്കും. 9 മൃതദേഹങ്ങൾ കിട്ടിയതിൽ 5 പേരുടെ പോസ്റ്റ്മോർട്ടം രാത്രി പൂർത്തിയാക്കി. മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിരുന്നു. 23 ശരീരഭാഗങ്ങളും കിട്ടിയതായി മെഡിക്കൽ കോളേജ് ഫോറൻസിക് വിഭാഗം അറിയിച്ചു. ചികിത്സയിൽ കഴിയുന്ന 10 പേരിൽ 5 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. വിവിധ മെഡിക്കൽ കോളേജുകളിൽ നിന്നുള്ള ഡോക്ടർമാരുടെ കൂടുതൽ സംഘങ്ങൾ തൃശൂർ മെഡിക്കൽ കോളേജിലെത്തി. വിശദാംശങ്ങളുമായി ജോയ്മോൻ ചേരുന്നുണ്ട്. ജോയ്, നാടിനെ നടുക്കിയ ദുരന്തമാണ്. ഇനിയും കണ്ടെത്തേണ്ടവരുണ്ട്. ആരൊക്കെയാണ് അപകടത്തിൽപ്പെട്ടതെന്ന് അറിയേണ്ടതുണ്ട്. മറ്റ് പരിശോധനകൾ നടക്കേണ്ടതുണ്ട്. അങ്ങനെ സമഗ്രമായ ചിത്രം തെളിയുക ഇന്നായിരിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. എങ്ങനെയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ ദുരന്തവുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് നടപടികൾ പൂർത്തിയാകുന്നത്? എപ്പോഴൊക്കെയായിരിക്കും അവിടെ ഈ പരിശോധന ആരംഭിക്കുക? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഗൗതം, നമുക്കറിയാം നാടിനെ നടുക്കിയ വെടിക്കെട്ടപകടമാണ് തൃശ്ശൂരുണ്ടായത്. അതിൻ്റെ ഒരു ഞെട്ടലിൽ തന്നെയാണ് ഈ നാടാകെ. എന്ത് പറയാനും ഈ ഇന്നലെയാണെങ്കിൽ തന്നെ ആയാലും നമുക്കറിയാം ഒരുപാട് പേർ, 40ഓളം പേർ പരിക്ക് പറ്റുകയും അതിൽ 13 പേർ മരണപ്പെടുകയും ഇതിൽ 5 പേരുടെ മൃതശരീരങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടിക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയപ്പോൾ അതിനുശേഷം എത്ര പേർ കൃത്യമായി ഈ അപകടത്തിൽ പെട്ടിട്ടുണ്ട്, എത്ര പേർ മരിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ തിരിച്ചറിയാൻ പറ്റാത്ത ശരീരഭാഗങ്ങൾ ഉൾപ്പെടെ ഇന്നലെ സന്നദ്ധ സംഘടനകൾ അതുപോലെ തന്നെ മറ്റു സേനകളുടെയും പരിശോധനയിൽ ലഭിച്ചിരുന്നു. പക്ഷേ ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഇതിനപ്പുറത്തേക്ക്, അതായത് ഇപ്പോൾ നമുക്ക് ലഭിച്ച കണക്കുകൾ പ്രകാരമുള്ള മരണസംഖ്യയാണോ അതോ അതിൽ മരണസംഖ്യ ഉയരുമോ അല്ലെങ്കിൽ എത്ര പേർ കൃത്യമായി ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളിലേക്കുള്ള പരിശോധനകളാണ് ഇപ്പോൾ ഇന്ന് ആദ്യഘട്ടത്തിൽ ഇപ്പോൾ നടക്കുന്നത്. നമുക്കറിയാം ഇത് രാവിലെ തന്നെയായാലും പരിശോധനകളൊക്കെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രധാനമായും കടാവർ ഡോഗും അതുപോലെ തന്നെ ഡ്രോൺ ഉൾപ്പെടെയുള്ള പരിശോധനകളാണ് നിലവിൽ ഇവിടെ പുരോഗമിക്കുന്നത്. ഇപ്പോൾ ഇത് രാവിലെ തന്നെ സുരേഷ് ഗോപി ഈ സംഭവ സ്ഥലം സന്ദർശിക്കും. അദ്ദേഹം ഇന്നലെ നമ്മൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചതാണ്. അതായത് കൂടുതൽ വ്യക്തത ഈ അപകടത്തിൽ വരേണ്ടതുണ്ട്. അതായത് എത്ര പേരാണ് കൃത്യമായി ഈ അപകടത്തിൽ പെട്ടിട്ടുള്ളത്, ഇവരിൽ ആരൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമാവേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് പ്രാഥമികമായ വിവരങ്ങൾ മാത്രമാണ് ഈ ഘട്ടത്തിൽ ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ വ്യക്തത വരുത്താനുള്ള പരിശോധനകളാണ് ഇന്ന് നടക്കുക. ഇതിൽ പ്രധാനപ്പെട്ടത് എത്ര പേരാണ് ഇത്തരത്തിൽ ഈ അപകടത്തിൽ പെട്ടിട്ടുള്ളത് എന്ന് നമുക്ക് കൃത്യമായ ഒരു കണക്ക് ഇല്ല. കാരണം നമുക്കറിയാം 5 പുരകളിൽ അല്ലെങ്കിൽ വെടിക്കോപ്പുകൾ നിർമ്മിച്ചിരുന്നത് 5 വെടിപ്പുരകളാണ്. അപ്പോൾ ഇവിടെയെല്ലാം തന്നെ അതിൻ്റെ ഒരു ബാക്കി പത്രം അല്ലെങ്കിൽ അതിൻ്റെ ഒരു അവശേഷിപ്പ് തന്നെ ഇവിടെ ഇല്ല. അത്തരത്തിലൊരു വെടിക്കെട്ട് അപകടമാണ് ഇന്നലെ ഇവിടെ സംഭവിച്ചത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വ്യക്തതയിലേക്ക് കാര്യങ്ങൾ നീങ്ങേണ്ടതുണ്ട്. അതിൻ്റെ തീവ്രത എത്രത്തോളമാണ് എന്ന് അറിയേണ്ടതുണ്ട്. അതിൻ്റെ പരിശോധനകളാണ് ഇന്നിവിടെ നടക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ പോലീസ് ഉൾപ്പെടെയുള്ളവർ ഇന്നലെ മുതൽ ഈ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു. അതായത് പരിശോധനകൾക്ക് കൂടുതൽ വ്യക്തത വരേണ്ടതുള്ളത് കൊണ്ട് തന്നെ സാമ്പിളുകൾ, അതായത് DNA സാമ്പിൾ ഉൾപ്പെടെ ശേഖരിക്കേണ്ടതുണ്ട്. അതിനുള്ള സംഘവും ഇന്ന് രാവിലെ തന്നെ ഈ സ്ഥലത്തെത്തും. അപ്പോൾ നമുക്കറിയാം ഈ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്കാണ് ഇപ്പോൾ നിലവിൽ ഇന്നലെ നമുക്ക് ഇവിടെ നടത്തിയ പരിശോധനയിൽ പരിക്കേറ്റവരെയും അതുപോലെ തന്നെ മരണപ്പെട്ടവരെയും മാറ്റിയിരുന്നു. അപ്പോൾ ശരീരഭാഗങ്ങൾ, അതായത് ചിന്നിച്ചിതറിയ ശരീരഭാഗങ്ങൾ ഉൾപ്പെടെ നമുക്ക് ഇവിടെ നിന്ന് ലഭിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു DNA സാമ്പിളിംഗ് പരിശോധനാ ഫലമാണ് ഇന്ന് പ്രധാനമായും നടക്കുക. അപ്പോൾ അതിനു വേണ്ട സജ്ജീകരണങ്ങളൊക്കെ വരും മണിക്കൂറിൽ തന്നെ ഇവിടേക്ക് എത്തും. എന്തായാലും ഇപ്പോൾ നിലവിൽ പോലീസും ഉൾപ്പെടെയുള്ള സേനാംഗങ്ങളൊക്കെ അല്ലെങ്കിൽ സന്നദ്ധ സംഘടനകളൊക്കെ ഇവിടെ തന്നെയുണ്ട്. അപ്പോൾ നിലവിൽ ഇപ്പോൾ ഈ മരണപ്പെട്ടവരുടെ എണ്ണത്തിലൊരു കൃത്യമായ ഒരു വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടില്ല. അതായത് എത്ര പേര് ഇത്തരത്തിൽ അപകടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് മുന്നിലുള്ളൊരു ചോദ്യചിഹ്നം. അതായത് നമുക്കറിയാം വലിയൊരു അപകടമായിരുന്നു, അതായത് നാടിനെ നടുക്കിയ ഒരു അപകടത്തിൻ്റെ ഞെട്ടൽ വിട്ടുമാറാതെ തന്നെയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ പരിശോധനകളാണ് ഇപ്പോൾ നിലവിലൂടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഗൗതം, ജോയ്, നമുക്ക് കാണാം ഈ ദൃശ്യങ്ങൾ. ഇപ്പോൾ ജോയ് നിൽക്കുന്നത് ആ അപകടം നടന്ന മുണ്ടത്തിക്കോടാണ്. അവിടെ കഴിഞ്ഞ ദിവസം പോലീസ് ബാരിക്കേഡൊക്കെ ചെയ്ത് ബന്ദോബസ്താക്കുകയും അവിടെ പരിശോധനകൾ നടത്താൻ ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഉറപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും നമുക്ക് ആ ദൃശ്യങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ അവിടെ തുടരുന്നത് കാണാനും കഴിയുന്നുണ്ട്. അപ്പോൾ ഇന്നലെ രാത്രി മുഴുവൻ കനത്ത സുരക്ഷയിലായിരുന്നു ആ പ്രദേശം. കാരണം യാതൊരു തരത്തിലും ആളുകളുടെ അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ ഇടപെടൽ ഉണ്ടാകരുത് എന്ന് കൃത്യമായി ഉറപ്പുവരുത്തിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഫോറൻസിക് പരിശോധന നടക്കേണ്ടതുണ്ട്. കാരണം എത്രത്തോളം വെടിക്കോപ്പുകൾ, അതായത് കരിമരുന്ന് എത്രത്തോളം അവിടെ സൂക്ഷിച്ചിരുന്നു, അതിൻ്റെ ലൈസൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം കേസെടുത്തിരുന്നു പോലീസ്. അപ്പോൾ അത്തരം പരിശോധനകളൊക്കെ എപ്പോഴായിരിക്കും ആരംഭിക്കുക? ഈ പോലീസും മറ്റ് ആരൊക്കെയാണ് ഇപ്പോൾ ആ സംഭവ സ്ഥലത്ത് ഉള്ളത്? ആദ്യഘട്ട പരിശോധനയിൽ ആരൊക്കെയായിരിക്കും പങ്കെടുക്കുന്നത്? അതിൻ്റെ വിശദാംശങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? അതോടൊപ്പം ഒരു കാര്യം കൂടി, ഈ മെഡിക്കൽ കോളേജിൽ നിന്നും ചില മൃതദേഹങ്ങൾ ഇപ്പോൾ തിരിച്ചറിഞ്ഞതും പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയതുമായവ
വിട്ടു നൽകിയിട്ടുണ്ട്. അവരുടെ മറ്റ് ചടങ്ങുകളെ സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമായിട്ടുണ്ടോ ജോയ്? ഗൗതം, നിലവിൽ പോലീസും അതുപോലെ തന്നെ ഫയർഫോഴ്സ് സംഘവുമാണ് നിലവിൽ ഈ പ്രദേശത്ത് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ ഇന്നലെ ഇതുപോലെ തന്നെ പരിശോധനയിൽ ലഭിച്ച മൃതശരീരങ്ങളും അതുപോലെ ബാക്കി ശരീരാവശിഷ്ടങ്ങളും ഒക്കെ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം തിരിച്ചറിഞ്ഞിട്ടുള്ളവ ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ തന്നെ 5 പേരുടെ നമ്മൾ തിരിച്ചറിഞ്ഞു. അപ്പോൾ അതിൻ്റെ ബാക്കി നടപടിക്രമങ്ങൾ, അതായത് അവരുടെ സംസ്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ള കാര്യത്തിൽ ഈ ഘട്ടത്തിൽ ഒരു കൃത്യമായ വിവരം നമുക്ക് ലഭിച്ചിട്ടില്ല. നിലവിൽ നമുക്ക് ഇവിടെ കാണാം, അതായത് ഗൗതം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ തന്നെ കർശന നിരോധനം, അല്ലെങ്കിൽ മറ്റു ആളുകൾ ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് എത്തുന്നതിൽ കർശന നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. അതായത് പോലീസിൻ്റെ വലിയൊരു സംഘം തന്നെ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു. അതായത് നമുക്കറിയാം, വലിയൊരു പാടശേഖരത്തിന് നടുക്കാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചത്. അപ്പോൾ ആ അപകടത്തിൽ തന്നെയായാലും അതിൻ്റെ തീവ്രത എത്രത്തോളമാണ് നമ്മളിതിൽ ദൃശ്യങ്ങൾ വ്യക്തമായി. അതായത് പലപ്പോഴായിട്ട്, അതായത് ആദ്യം അപകടം അല്ലെങ്കിൽ ആദ്യം ഈ പ്രസ്ഫോടനം ഉണ്ടായി, അതിനുശേഷം മണിക്കൂറുകൾക്ക് ശേഷം വീണ്ടും ഒരു സ്ഫോടനം ഉണ്ടായി. അപ്പോൾ ഈ പ്രദേശമാകെ അതിൻ്റെ ഒരു തീവ്രത അനുഭവിച്ചതാണ്. അപ്പോൾ ഒരുപാട് നമുക്കറിയാം, 45 വെടിപ്പുരകളിലായി 40-ലധികം പേർ ഇവിടെ ജോലി ചെയ്തിരുന്നു. അപ്പോൾ ഇതിൽ ആരൊക്കെയാണ് ഇവിടെ ജോലി ചെയ്തിരുന്നത് എന്നുള്ളൊരു കൃത്യമായ ഒരു കണക്ക് അല്ലെങ്കിൽ കൃത്യമായ ഒരു വിവരങ്ങളൊന്നും നമുക്കില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായി തന്നെയുള്ള പരിശോധനകളാണ് ഇന്നും രാവിലെ തന്നെ ഇവിടെ പുരോഗമിക്കുന്നത്. കൃത്യമായും എത്ര പേരുണ്ടായിരുന്നു, ആരൊക്കെയായിരുന്നു എന്നുള്ള കാര്യത്തിലുള്ള പരിശോധനകളാണ് നിലവിൽ നടക്കുന്നത്. നമുക്കറിയാം, അപകടം വലിയ തൃശ്ശൂർ പൂരത്തിന് വേണ്ടിയുള്ള തിരുവമ്പാടിക്കാരുടെ വെടിക്കെട്ടിന് വേണ്ടിയുള്ള നിർമ്മാണം അല്ലെങ്കിൽ വെടിക്കോപ്പ് നിർമ്മാണമായിരുന്നു ഇവിടെ നടന്നിരുന്നത്. അപ്പോൾ അതിനിടെയാണ് ഇത്തരത്തിലൊരു അനിഷ്ട സംഭവം നടക്കുന്നതും വലിയൊരു ദുരന്തത്തിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുന്നതും. അപ്പോൾ ഈ നിലവിൽ ഇവിടെ ഇപ്പോൾ പോലീസും അതുപോലെ തന്നെ ഫയർഫോഴ്സ് സംഘവും ഇവിടെയുണ്ട്. അപ്പോൾ മറ്റു പരിശോധനകൾ, അതായത് നമുക്കറിയാം, ഇന്നലെ സ്കൂബ ടീമും അതുപോലെ തന്നെ ഫയർഫോഴ്സിൻ്റെ മറ്റ് സേനാംഗങ്ങളും ഈ പാടത്തിനോട് ചേർന്നുള്ള ജലാശയങ്ങളിലൊക്കെ പരിശോധന നടത്തിയിരുന്നു. അതായത് നമുക്കറിയാം, വലിയൊരു അപകടമാണ്, അതായത് വലിയൊരു സ്ഫോടനമാണ്. അതിൽ ഒരുപാട് പേർ ചിന്നിച്ചിതറി പോയിട്ടുണ്ട്. അപ്പോൾ അത് ഒരു ദുഃഖകരമായ സംഭവത്തിൽ എത്ര പേരാണ് കൃത്യമായി ഉണ്ടായിരുന്നതിലൊരു വിവരം നമുക്ക് ഇത്രയും ലഭിച്ചിട്ടില്ല. അപ്പോൾ അതിലൊരു കൃത്യമായിട്ടൊരു കണക്കുകളും കാര്യങ്ങളും നിലവിൽ ഇപ്പോൾ ഒന്ന് ഇടപെടുകയാണ് ജോയ്. അതായത് കഴിഞ്ഞ ദിവസം നമുക്കറിയാം, ജോയ് ഉൾപ്പെടെയുള്ള ആളുകൾ കഴിഞ്ഞ ദിവസം അവിടെ എത്തി ഈ സംഭവ സ്ഥലത്തു നിന്നുള്ള റിപ്പോർട്ട് ശേഖരിക്കുന്നതിനിടെ നിരവധി വീടുകൾക്ക് ഇതിന് സമീപമുണ്ടായിരുന്ന ഈ മുണ്ടത്തിക്കോട് ഈ അപകടം നടന്ന പാടശേഖരത്തിന് സമീപമുണ്ടായിരുന്ന നിരവധി വീടുകൾക്ക് കേടുപാട് പറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ പ്രദേശത്തുള്ള പലർക്കും വലിയ തരത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു. ഭൂകമ്പം ഉണ്ടായതുപോലെ അല്ലെങ്കിൽ ഭൂമികുലുക്കം ഉണ്ടായതിന് സമാനമായ രീതിയിലുള്ള അവസ്ഥയുണ്ടായതായിട്ടൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ആ വീടുകൾ കേന്ദ്രീകരിച്ച് ഇന്ന് പരിശോധനകൾ വല്ലതും നടക്കുന്നുണ്ടോ? അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ആ വീടുകൾക്ക് കേടുപാട് പറ്റിയതിൻ്റെ വലിയ ആശങ്കയുണ്ടാക്കുന്ന ചിത്രങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു, ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. അപ്പോൾ അവിടങ്ങളിലും ഇന്ന് പരിശോധനയുണ്ടോ ജോയ്? ഗൗതം, അവിടെയും പരിശോധനകൾ ഉണ്ടാകും. അതായത് നമുക്കറിയാം, ഇന്നലെ സ്ഫോടനത്തിൻ്റെ ഒരു പ്രകമ്പനം കിലോമീറ്ററോളം ഈ പ്രദേശത്ത് അതിൻ്റെ വ്യാപ്തി തിരിച്ച ആളുകൾ അറിഞ്ഞിരുന്നു. അതായത് ഈ പ്രദേശത്തെ നമ്മൾ ഇന്നലെ പരിശോധിച്ച പ്രകാരം നമ്മൾ ഈ കേടുപാടുകൾ എത്രയൊക്കെ വീടുകൾക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നറിയാൻ വേണ്ടി നമ്മൾ പരിശോധിച്ചപ്പോഴും 10-ലേറെ വീടുകൾ നമ്മൾ ഈ പ്രദേശത്ത് കയറി. അവിടെയൊക്കെ തന്നെയും വലിയ നാശനഷ്ടങ്ങൾ, അതായത് ജനൽച്ചില്ലുകളും അതുപോലെ തന്നെ കതകുകളും അതുപോലെ തന്നെ വീടുകൾക്കൊക്കെ വിള്ളലേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിന് ചുറ്റും നിരവധി പേർ താമസിക്കുന്ന സ്ഥലമാണ്. ഇവിടെ തന്നെയും കിലോമീറ്ററോളം ഇതിൻ്റെ പ്രകമ്പനം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു നാശനഷ്ടങ്ങളുടെ വിലയിരുത്തൽ അല്ലെങ്കിൽ എത്രത്തോളം രൂപയുടെ നാശനഷ്ടങ്ങളാണ് ഉണ്ടായതിൻ്റെ കണക്കുകളൊക്കെ എടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനായുള്ള പരിശോധനയും അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിലയിരുത്തലും ഇന്ന് ഉണ്ടാകും. വരും മണിക്കൂറിൽ അതും ഉണ്ടാകും. പക്ഷേ ഇതിൽ കൂടുതൽ പ്രധാനപ്പെട്ട കാര്യം, അല്ലെങ്കിൽ ഏറ്റവും ഈ സേനാംഗങ്ങൾ അല്ലെങ്കിൽ സന്നദ്ധ സംഘടനകൾ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഇനിയെങ്കിലും അതായത് ഈ എത്ര പേരുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിലേക്കും അതുപോലെ തന്നെ മരിച്ചവരെ തിരിച്ചറിയുന്ന കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇന്ന് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതിൽ തന്നെ അതിനാവശ്യമായിട്ട് തന്നെ രാവിലെ തന്നെ, അതായത് വരും മണിക്കൂറുകളിൽ തന്നെ, അടുത്ത മണിക്കൂറുകളിൽ തന്നെ ഈ പോലീസിൻ്റെയും അതുപോലെ തന്നെ